ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഇതിൽ ആരാണ് ഉനൈസ്, ജയേഷ്, അത് ആരൊക്കെയാണ്? എൻ്റെ ഒരു മഷൂദ്. മഷൂദ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാട്ടൂൽ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. എൻ്റെ പേര് ജയേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഓക്കെ. ഞാനും കണ്ണൂർ ജില്ലയിലും മാട്ടൂലാണ്. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. ഓക്കെ. അടുത്തടുത്താണ്. എങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയത്? ഇത് ഞാനും ഉനൈസും മുമ്പേ ചെറുപ്പത്തിൽ അറിയായിരുന്നു. നമ്മുടെ മിമിക്രി നാട്ടിലുള്ള പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം ഒന്നിച്ച് ചെയ്യും. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ജയേഷിനെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് കണ്ടിരും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കുടുംബമാണല്ലോ, അങ്ങനെ ആഡ് ചെയ്തു. അങ്ങനെയുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു പിന്നെ പരിചയമാണ് ജയേഷായിട്ട്. അപ്പൊ നമുക്ക് ഈ ട്രിപ്പിൾ ധമാക്ക എന്താണെന്ന് കാണാം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഫസ്റ്റ് ഞാൻ സ്പോട്ട് ചെയ്യാം. ഓക്കെ, ശരി. നിനക്കിനി മലയാള ഇൻഡസ്ട്രി കിടന്ന് പൊളയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ബോസ്? എന്റെ പ്രതാപ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനെ എന്നെ നീ ടൂർണമെന്റ് ഇറക്കരുതായിരുന്നു. നീ ഇറക്കി തന്ന കാശ് തിരിച്ചു ചോദിക്കുമ്പോ ഈ ജാതി ഉടായ്പ പഞ്ചടയില കടിച്ച് വന്നാലുണ്ടല്ലോ, ഉള്ളങ്കാലിലും മുള്ളാണി അടിച്ച് നാട്ടുറോട്ടിലിട്ട് ഇച്ച ഇല്ലു വരപ്പിക്കും ഞാൻ. അപ്പോ വക്കീൽ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? ജാസ്തി മാതാടെ ബേട ബക എടാ മുന്നത്തെ മന്ത്രി ചന്ദ്രബാലു കാട്ടിൽ ബേട്ടൊക്കെ പോയിട്ടാ നീ? ഞാൻ പോയിട്ട് തുള്ളിയ ഞാൻ എന്തു വേണം? അല്ല, നീ എന്ത് വിചാരിച്ചു? നീ കുമ്പളക്കാരൻ നിത്യാനന്ദ ശാണി വെറും ബഗടനാന്നാ? ഒന്നിനകത്ത് പറ്റില്ല, 5 എണ്ണം വേണം. 5 5 സാർക്ക് മുന്തിരിങ്ങാക്കു സാർക്ക് നാരങ്ങ ഒപ്പിടാ. എനിക്കൊരു ജോലി ശരിയാണ്. ആദ്യം വിളിക്കണ തോന്നിയിട്ടാണ്. നിനക്കത് കേൾക്കാൻ നേരം വിളിക്കും. പിന്നെ എനിക്കെതിരെ ജോലി പോട്ടെ, അതിനെതിരാ. എനിക്ക് നീയില്ലാതെ പറ്റില്ല. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് പിന്നീട് പറ്റി ചിന്തിക്കാനും പറ്റില്ലെന്ന്. എനിക്ക് എന്താ അറിയോ റിങ്സ്? റിങ്സിക്ക് സന്തോഷാൻ വേണ്ടിയാ റിങ്സി പറയണവരെല്ലാം ചെയ്ത്. ഇപ്പോ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിങ്സിക്ക് സന്തോഷാൻ വേണ്ടിയാ. ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ? പിന്നെ സാർ ഈ ഗുണ്ട് പൊട്ടിച്ച കാര്യം സാർ ഇവൻ്റെ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ചുമ്മാ എൻ്റെ വെക്കത്തൊന്നും കെട്ടി വെക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ക്രെഡിറ്റ് സാർ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതി. പിന്നെ മൊബൈൽ എന്തോ പട്ടിയെന്നോ പൂച്ചയെന്നോ ഇതൊക്കെ ഡിക്ഷണറിയില്ല, വാക്കുകളില്ല സാർ. ചുമ്മാ അൺപാർലമെൻ്ററി ഒന്നുമല്ലല്ലോ, ആണോ? പിന്നെ വെള്ളമടിച്ചത് എനിക്കും ഇഷ്ടമല്ല. ജോർജേ, മേലാൽ വെള്ളമടിച്ചോണ്ട് ഗ്ലാസ്സിൽ കയറി ഒഴിവായിക്കോൾ. നിനക്കടിക്കണേ വീട്ടിലോ ബാറിലോ ഇരുന്നടിച്ചോ. നിങ്ങൾ എന്ത് അച്ഛനാണ്? മക്കളെ പ്രോത്സാഹിപ്പിക്കാണോ വെള്ളം അടിക്കാൻ? ഞങ്ങളാരും വെള്ളമടിച്ച് പരസ്യമായിട്ട് അലമുണ്ടാക്കാറില്ല. അത് ഞാൻ ഇവനോട് കൂടി പറഞ്ഞത്. ഇനി മേലാൽ പട്ടി പൂച്ച എന്നെങ്ങനെ പറഞ്ഞിങ്ങോട്ട് വിളിച്ച് വരുത്തിയാലുണ്ടല്ലോ, എൻ്റെ തനിക്കോളം സാറ് കാണും. കോളേജ് കാണിച്ചു നിൽക്കട്ടെ. ഈ നിൽക്കുന്ന കടാക്കടയന്മാരെ വിശ്വസിച്ച കുട്ടികളെ കോളേജിലൊക്കെ അയക്കുന്നത് ഇവർ വിചാരിച്ചാൽ നന്നാവത്തില്ല. നമ്മുടെ പിള്ളേര് Don't bloody try to trouble me ever again for some petty fancy issues. Find it. Please take care of him. എന്നാ പിന്നെ അങ്ങനെ കേട്ടോ. ആക്ച്വലി രഞ്ജന ചെയ്യുമ്പോ അതെന്താ ഇങ്ങനെ തന്നെ നിന്നത്? അതിങ്ങനെ പറയുമ്പോ പുള്ളിയുടെ സൗണ്ട് വരുന്നുള്ളൂ. ഞാനത് നോക്കുവായിരുന്നു, എന്താ ഇങ്ങനെ നിൽക്കുന്ന അത് പറയുമ്പോ മാത്രം നോർമലി പറയുമ്പോ ആ സൗണ്ട് കിട്ടണില്ല. ഓക്കെ, ഇങ്ങനെ പിടിക്കണത്. നന്നായിരുന്നു നൈസ്. നല്ല രസമുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് മറ്റേ ഈ പുത്തമ്പണത്തിലെ ഡയലോഗ് പറയാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മറ്റുള്ളവരെക്കാൾ എളുപ്പമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കണ്ണൂർ അടുത്ത് കിടക്കുന്നതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിച്ചതാ. ഞാനുണ്ട് ആ പടത്തില്. അയ്യോ, ആ ഭാഷ പറയാൻ വേണ്ടിയിട്ട് അതിന് തന്നെ ഒരാളുണ്ടായിരുന്നു. ആസിഫ് അലിയൊക്കെ ഗംഭീരായി കേട്ടോ. അതൊക്കെ ഭയങ്കര സെന്റിമെന്റ് ഭയങ്കര രസമായിരുന്നു. ഉനൈസ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസിഫ് അലി കാരണം അത് ഇച്ചിരി ഫീൽ ചെയ്തിട്ട് ആ ലിപ്സിങ് പിടിച്ചിട്ട് എന്താ പറയുന്നത്, അയാൾ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോഡുലേഷൻ കൊടുത്ത് പെർഫോം ചെയ്തെന്നുള്ള. മറ്റത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, രണ്ടും ഈ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അനുകരിച്ചപ്പോഴാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലാങ് പിടിച്ചു. രഞ്ജിത്ത് ചേട്ടൻ്റെയിലേക്ക് വന്നപ്പോഴും അതേ ഒരു സ്ലാങ് ഇച്ചിരി കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ 3 ചെയ്തതിൽ ഹൈലൈറ്റ് ആയി ഇഷ്ടപ്പെട്ടത് ആസിഫിന്റെ വേറെ ഒരു ഡയലോഗ് ഒന്ന് പറയുക. സാറേ, വൈകുന്നേരം 10 മണിക്ക് കളി തുടങ്ങും.
അത് രാത്രി 2 മണി വരെ പോകും. എന്നെ അറസ്റ്റ് ചെയ്ത അതേ സ്ഥലം. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നിടത്തിന്റെ കോൺഫിഡൻസിന് സാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സൂപ്പർ. നമുക്കിനി അടുത്തത് ആരാണ്? ജയേഷൻ. ഓക്കെ, ചെയ്യുന്നു. ആദ്യം നമുക്ക് സുരേഷ് ഗോപി സാറിന്റെ ലൈവ് വോയിസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സുരേഷ് ഗോപി ഇത്രയും കാലം എവിടെയായിരുന്നുവെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ദയവ് ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. കാരണം സുരേഷ് ഗോപി ഒരു സിനിമ നടൻ മാത്രമല്ല, സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അത് സൗബിൻ ഷായർ. സൗബിൻ. മഹേഷിട്ട് എന്നോർമ്മയുണ്ട് ക്രിസ്പിൻ പണ്ട് വള്ളുവിൻ്റെ അടുങ്കപ്പിൻ്റെ സെമിയിൽ സിക്സറടിച്ച് ഓർമ്മയില്ല മഹേഷിട്ട്. ക്രിസ്പിൻ റൈറ്റ് ആൻഡ് ഓവർ ദ വിക്കറ്റ് പള്ളിപ്പരണ്ടി മെട്ടടി ഉണ്ടാക്കിയപ്പോൾ മഹേഷേട്ടന് എന്നെ ഓട്ടോ വിളിച്ച് വീട്ടിൽ വിട്ടെ. അന്ന് പറയാൻ പറ്റിയില്ല. താങ്ക്സ്. അടുത്തത് വിനായകൻ ചേട്ടൻ. വല്ലവൻ്റെ കയ്യിരിക്കുന്ന കാശ് നമ്മുടെ പെട്ടിയിലോട്ട് വീഴ്ത്തുന്നല്ലേടാ ബിസിനസ്. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കലയല്ലേടാ. കൃഷ്ണ, നമുക്ക് ഈ പണിയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ കെട്ടി റേഷൻ കടയിൽ പോയി മണ്ണെണ്ണയൊക്കെ മേടിച്ചിട്ട് കൃഷ്ണ ഞാൻ ചുമ്മാ വിളിച്ചേടാ. ബിജുകുട്ടൻ ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയായ പോത്തൻ ബാബൻ സിനിമയിൽ കീർത്തനം പാടിയിട്ട് വരാന്ന് പറഞ്ഞു വിട്ട് അച്ഛന്മാരോട് കെട്ടിപ്പിടിച്ചിക്കാണല്ലേ. എന്നാ പിന്നെ കമലഹാസന്റെ സിനിമയിൽ പലരും കൂടെ കൊടുക്കാൻ പോയിരുന്ന വേറെ ബില്ലടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് എന്റെ കുട്ടിച്ചിൽ പത്രങ്ങൾ മുഴുവൻ കഴിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി ഓടുമെന്ന് പറഞ്ഞ് എന്റെ 2 കണ്ടയിലും മോൾ കൂടി വെച്ച് ബാബുച്ചിക്ക് ഇപ്പൊ സമാനമില്ലേ. ആക്ച്വലി ഏതാണ് ബേസിക്കലി എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ സൗണ്ട്? സുരേഷ് ഗോപി സാർ ആണല്ലേ? യെസ്. ഇക്ക ജയേഷിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു ജയേഷ്. എനിക്ക് ജയേഷ് ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ സുരേഷ് ചേട്ടന് ചെയ്യുമ്പോൾ സുരേഷ് ഗോപി സുരേഷ് ചേട്ടന്റെ ശബ്ദം ചെയ്യുന്നതാണ് ജയേഷിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് നമ്മളുടെ സൗബിനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്. സുരേഷ് ചേട്ടന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമുക്ക് അടുത്തറിയാവുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. അത് മാത്രമല്ല, സുരേഷ് ഗോപി ചേട്ടൻ്റെ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞു. അതിനകത്തൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ള അതിൻ്റെ ഒരു മീനിങ്. സുരേഷ് ഗോപി ഇത്രയും കാലം എവിടെയായിരുന്നുവെന്ന് ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അതാണ് കിടക്കുന്നത്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ആലുവ പുഴയുടെ അല്ല, ആ മീറ്ററിലാണ് കിടക്കുന്നത്. ശരിക്കും സുരേഷ് ചേട്ടന് കുറച്ചുകൂടെ ഇത്രയും സ്ലോ അല്ല ഡയലോഗ് പറയുന്നത്. അല്ല, എന്റെ ഞാൻ അത്രയും നന്നായി അറിയാൻ വേണ്ടി. മലയാള സിനിമയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഒറ്റ ഒരുത്തനെ ഞാൻ വിടില്ല. അങ്ങനത്തെ ഒരു മീറ്റർ ഉണ്ട്. അതല്ലാതെ ഒറ്റ ലെവലല്ല. അതൊന്നും നോക്കിയാൽ മതി. അതെ, അതിപ്പോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ, എവിടെയെങ്കിലും ഒരു പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക്. അപ്പൊ അതിന് ഏറ്റവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തുറുപ്പ് ചീട്ട് സൗബിനാണ്. സുരേഷ് ചേട്ടന്റെ ശബ്ദമല്ല ചെയ്യേണ്ടത്. സൗബിന്റെ ശബ്ദം ചെയ്യുമ്പോൾ തന്നെ എന്താ അറിയോ, നിങ്ങൾ ഏറ്റവും ഇയാൾ കൊള്ളാലോ എന്ന് നമുക്ക് പെട്ടെന്ന് ഓഡിയൻസിന് മുമ്പിലേക്ക് ഇപ്പൊ സ്റ്റേജ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി അങ്ങനെ. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് ശബ്ദങ്ങൾക്കും അത് തുടങ്ങുമ്പോൾ തന്നെ ക്ലാപ്സ് കിട്ടും. അതുപോലെ ജയേഷിന്റെ വലിയ കോൺഫിഡൻസ് ഇല്ലാതെ പെർഫോം ചെയ്തതാണ് ബിജുക്കുട്ടന്റെ സൗണ്ട്. അതൊക്കെ ബിജുവിനെ ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. അപ്പോൾ ആ സിനിമയിലെ ആ ഡയലോഗ് എനിക്ക് ഒന്ന് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതല്ല, എടുത്ത് വേണ്ട ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ചെയ്തിട്ടും നമ്മളത് ഏറ്റെടുത്തത്. കാരണം അത് നല്ല പഞ്ചുണ്ടായിരുന്നു. മനസ്സിലായോ? ആ ഒരു പഞ്ച് സുരേഷ് ചേട്ടന്റെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ല, നല്ലതായതുകൊണ്ട് കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നാണ് കേട്ടോ. അല്ലാണ്ട് അതിനകത്ത് കുറ്റങ്ങളായിട്ട് പറഞ്ഞല്ല, അങ്ങനെ വിചാരിക്കണ്ട. കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളതേ ഉള്ളൂ. അല്ല, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരോർക്കും ഈ നസീർക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. അവർക്ക് എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം. അപ്പൊ അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണമാവും. പണം തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.
പക്ഷെ പണം കൊണ്ടും പലതിനും കഴിയില്ല എന്ന് താങ്കളെ പഠിപ്പിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ പിതാവ് അസുഖമായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി അബുദാബിയിലെ ഖലീഫ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങനെ പല ഡോക്ടറെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുത്തിക്കുകയും പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർ കൈമലർത്തുന്ന ഒരു സന്ദർഭത്തിലാകുന്നു ഈ പണം എന്നത്, ഇല്ലെങ്കിൽ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത പല അവസരങ്ങളുണ്ടാവും എന്നെനിക്ക് ശരിയായ രീതിയിൽ മനസ്സിലായത്. ഓക്കേ, യെസ്. ഞങ്ങൾ ഇനി ഒരെണ്ണം കൂടി വരുമായിരിക്കും. ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാണ്. പിന്നെ തന്നെ നമ്മൾ ഈ കണ്ണൂരായോണ്ടേ അവിടെ ജനിച്ചതൊരു തെറ്റായി പോയോ എന്ന് സംശയമുണ്ട്. എന്നെ ഫറീസിനെ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ അതിൽ ചെറിയ മലബാർ ചോയ വന്നുകൊണ്ട് അത് സാരല്ല, നമുക്കൊന്ന് കേട്ടോക്കാമോ? കേൾക്കാം. നിന്റെ മുറപ്പെണ്ണായി ചിരിച്ചു പോയതിൽ ഒറ്റ കാരണം കൊണ്ട് നീ അവളെ ജീവിതം തകർക്കരുത്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാന്ന് ഞാൻ അറിഞ്ഞോ? തുടക്കം എറണാകുളത്തായിരുന്നു, പക്ഷെ പതുക്കെ പതുക്കെ പോയി കണ്ണൂരെത്തിയല്ലേ? അത് കാസർഗോഡ് ആകുന്നതിന് മുമ്പ് ഞാൻ ഷോട്ട് ചെയ്തു. പക്ഷെ ഇതിലൊരു ഹാപ്പി കാര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മള് ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ലേ? പേര് ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് വളരെ സന്തോഷം. പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ ചെയ്യാന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിപ്പം 3 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ ചെയ്തേ? നിങ്ങൾ 3 പേരും കൂടെ വരുമ്പോ 3 പേരും കൂടെ ഒരുമിച്ച് ഒരു ഐറ്റം ചെയ്യണം. അപ്പോഴാണ് ആ ഒരു യൂണിറ്റി കറക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പീസ് വർക്ക് അവിടെ നിന്ന് ഇവിടുന്ന് എടുത്ത് ചെയ്യുന്ന പോലെ ഇരിക്കും. അടുത്ത തവണ അങ്ങനെ ഒരു പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സീൻ എടുത്ത് നിങ്ങൾ 3 പേരും കൂടെ ചെയ്താലും മതി. അതെ അതെ, നിങ്ങൾക്ക് പറ്റുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പിടിക്കാൻ പറ്റൂ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ സ്ലാങ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ ഏത് ഡയലോഗിലാണോ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, ഇത്തരത്തിലുള്ള വേദികൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ പണ്ടെന്നല്ല, ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിരുന്ന സമയത്ത് ട്രൂപ്പായിട്ട് പോകില്ലേ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി കിട്ടിയിരിക്കുന്നത് വടക്കോട്ടാണ്. ഞങ്ങൾ ഈ പയ്യന്നൂര്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കണ്ണൂര്, ഇങ്ങനെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ തമാശകളും ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവിടെ. അല്ല, ആ സമയത്ത് ഞാൻ പറയാൻ ആദർശക്കാവൻ മലബാറിയുടെ ഒരുപാട് പ്രോഗ്രാംസിന് ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും സന്തോഷം അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റി.